എയർപോർട്ടിനുള്ളിലിരിക്കുകയാണ്. ഇപ്പോൾ ഗേറ്റ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ വലിയ നീണ്ട ക്യൂ ആണ്. ഇപ്പോൾ ക്യൂവിൻ്റെ ഏറ്റവും അവസാനം ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയായാലും അരമണിക്കൂർ എടുക്കുമെന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകിൽ ഇങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങി. നമുക്ക് ഒരു സന്തോഷം തോന്നുമല്ലോ, നമ്മുടെ പുറകിൽ കുറച്ചധികം ആൾക്കാർ വരുമ്പോഴേക്കും നമ്മൾ ഏറ്റവും പുറകിലല്ല എന്നൊരു ചിന്ത വരുമല്ലോ. അങ്ങനെ ഒരു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. എൻ്റെ എൻട്രി എത്താറായി. ആ സമയത്താണ് അപ്പുറത്ത് വീണ്ടും ഒരു ലൈനും കൂടി അവർ ഓപ്പൺ ചെയ്തു. അവിടെ സെക്യൂരിറ്റി ഗാർഡൊക്കെ വന്ന് ഒരു ലൈനും കൂടി ഓപ്പൺ ചെയ്ത്. അപ്പം എൻ്റെ പുറകിൽ നിന്ന് വെച്ചാൽ വലിയ ക്യൂവിൽ കുറേ ആൾക്കാർ ആ ക്യൂവിലൊക്കെ നിന്നു. അപ്പം എനിക്കിത്തിരി സങ്കടം വന്നു, ഇത്തിരി അസൂയ തോന്നി. കാരണം ഞാൻ അരമണിക്കൂറായിട്ട് ഇവിടെ ലൈൻ നിൽക്കുകയാണ്. ഈ ക്യൂവിൽ 5 മിനിറ്റ് പോലും നിൽക്കാത്ത ആൾക്കാർ എന്നേക്കാളും മുമ്പ് അങ്ങോട്ട് കയറാനൊരവസരം കിട്ടി. സ്വാഭാവികമായിട്ടൊരു അസൂയ നമുക്ക് തോന്നും. ഇത്തെ ഗോസ്പലിൽ നമ്മൾ ആ കാഴ്ചയാണ് കാണുന്നത്. 1 മണിക്കൂർ പണിയെടുത്തവരും 10 മണിക്കൂർ പണിയെടുത്തവരും ഒരേ കൂലി കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കംപ്ലയിൻറ്റ് വരും. നീ ഞങ്ങളെ തുല്യരാക്കിയല്ലോ, ഞങ്ങൾ ഈ വെയിലൊക്കെ കൊണ്ട് പണിയെടുത്തതല്ലേ, എന്നിട്ട് 1 മണിക്കൂർ പണിയെടുത്തതിന് അതേ കൂലി കൊടുത്തില്ല എന്നൊരു കംപ്ലയിൻറ്റ് വരെയാണ്. അപ്പോൾ അവിടെ ഉടമസ്ഥൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എൻ്റെ ഉദാരത്തിൽ നീ എന്തിനാ അസൂയപ്പെടുന്നേ? ദൈവത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ദൈവം അൺഫെയർ ആണെന്ന്. നമ്മൾ ബുദ്ധിമുട്ടുന്നതനുസരിച്ച് നമുക്ക് കിട്ടിയില്ല. ഒട്ടും ബുദ്ധിമുട്ടാത്ത ആൾക്കാർക്ക് ദൈവം കുറേ നന്മകൾ കൊടുത്തു എന്നൊക്കെ നമ്മളിങ്ങനെ കംപ്ലയിൻറ്റ് പറയാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഗ്രേസിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം അത് നമ്മുടെ കഴിവുകൊണ്ട് ദൈവം തരുന്നതല്ലല്ലോ. ആ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ, ദൈവത്തിൻ്റെ കരുണയല്ലേ.